നന്ദി നായിക്കുമുണ്ടെന്നൊരു ചൊല്ല് മലയാളത്തിൽ പൊതുവെ പ്രസിദ്ധമാണ്. നമ്മുടെ ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മയ്ക്ക് നന്ദി എന്ന് പറയുന്ന ഒന്നില്ല എന്നാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാണ്. കോൺഗ്രസിന്റെ ആസാമിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് സമ്മർസാട്ട് അടിച്ച് അദ്ദേഹം BJPയിലേക്ക് പോയി. രാജാവില്ലാത്ത താല്പര്യം രാജ്യകാര്യങ്ങളിൽ ഒരു മുഖ്യമന്ത്രിക്ക് വന്നാൽ ദുരുദ്ദേശമാണെന്ന് ആരും പറഞ്ഞറിയിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി കഴിഞ്ഞ ഏതാനും ദിവസക്കാലമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ കാണിച്ച കോപ്രായങ്ങൾ ജനാധിപത്യ ഇന്ത്യയെ നാണിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇയാൾ ചെയ്യുന്നതെന്ന് ഇയാൾക്ക് പോലും മനസ്സിലാകുന്നില്ല. നമുക്കറിയാമല്ലോ, ഏതാണ്ട് സെപ്റ്റംബർ മാസം 7-ാം തീയതി ആരംഭിച്ച് ജനുവരി മാസം 30-ാം തീയതി രാഷ്ട്രപിതാവിന്റെ സമാധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദാരുണമായ കൊലപാതക ദിവസം അവസാനിപ്പിച്ച കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര അപാലവൃദ്ധം ജനങ്ങളെയും ഇളക്കി മറിച്ച ഒന്നാണ്. നമ്മുടെ നാട്ടിൽ കേൾവിയില്ലാത്ത രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ 1-ാം ഭാരത് ജോഡോ യാത്രയെ ജനങ്ങൾ വരവേറ്റത്. അത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF അല്ലെങ്കിൽ UPA ഒന്നുമല്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ശ്രീ രാഹുൽ ഗാന്ധി അടുത്തറിയാൻ, അദ്ദേഹത്തുമായി വൈകാരികമായി ബന്ധം സ്ഥാപിക്കാൻ കിട്ടിയ അവസരം പരമാവധി വിനിയോഗിച്ചു. ഇങ്ങനെയും ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ ആരംഭിച്ചു. നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട്, നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി കൊണ്ട്, ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായി മാറിയ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരം വരെ നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ടാണ് ആ യാത്ര അതിന്റെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചത്. ഒരുപക്ഷെ ആ യാത്രയുടെ വിജയമായിരിക്കാം ഒരു 2-ാം യാത്രയെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചത്. 2ാമത്തെ യാത്ര ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന് പേരിട്ട്, അതും മണിപ്പൂരിലെ സംഘർഷ ഭൂമിയിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചത്. ഇന്ന് ഇന്ത്യ മൊത്തം ഊരു ചുറ്റുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിച്ചിട്ട്, സ്കൂളുകൾ ആക്രമിച്ച് 400ഓളം കുക്കി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിട്ട്, മണിപ്പൂർ എന്ന വാക്ക് പോയിട്ട് മാ എന്ന അക്ഷരം പോലും ഉച്ചരിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിലാണ് ഞങ്ങൾ പാർലമെന്റ് 1 മാസക്കാലം സമ്മേളിച്ചത്. കല്ലുകൊണ്ടോ കരിങ്കല്ലുകൊണ്ടോ കണ്ണീരിൽ അലിയാത്ത മണ്ണുകൊണ്ടോ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഹൃദയം സൃഷ്ടിച്ചതെന്ന് ആർക്കും കണ്ടുപിടിക്കാനാവുന്നില്ല. ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ മണിപ്പൂരിൽ വംശീയ ഹത്യ നടത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ അനുയായികൾ ഇറങ്ങി തിരിച്ചപ്പോൾ, മുഖ്യമന്ത്രി അതിന് കൂട്ടുനിന്നപ്പോൾ അവരെ തടയാനോ അവരെ സ്വാന്തനിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം പകരാനോ ഒരു വാക്ക് ഇന്നുവരെ ഉച്ചരിച്ചില്ല പ്രധാനമന്ത്രി. ആ ഭൂമികയിൽ അന്ന് അവിടെ പോയത് ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തോടൊപ്പം സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ KC വേണുഗോപാലുമായിരുന്നു. ഇന്ന് ആ ഭൂമികയിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ 2-ാം ഭാരത് ജോഡോ യാത്ര വെച്ചത്. എന്തോ ഒരു ജനസമുദ്രമാണ് ആ യാത്രയെ അനുധാവനം ചെയ്യുന്നത്. ഈ വടക്ക് കിഴക്കൻ മേഖലകളിൽ, ആസാമിൽ, അതുപോലെ തന്നെ മണിപ്പൂര്, ഇപ്പൊ മേഘാലയത്തിൽ കടന്നു. ഒരു സമുദ്രത്തിന്റെ തിരമാലകൾ ആർത്തിരമ്പുന്ന പോലല്ലേ ജനങ്ങൾ ആർത്തിരമ്പി അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നത്. എന്നിട്ട് ഈ നന്ദി ഇല്ലാത്ത അവിടുത്തെ മുഖ്യമന്ത്രി, ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ, ഈ രാജ്യത്ത് കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്, ജനാധിപത്യം കൊണ്ടുവന്നത്, മതേതരത്വം കൊണ്ടുവന്നത്, ഭരണഘടന ഉണ്ടാക്കിയത്. ആ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഒരു കാരണവശാലും വിജയിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാവോ അതെല്ലാം ചെയ്തു. തന്റെ അനുയായികളെ പറഞ്ഞു വിട്ടു. അതിന് സകല പോസ്റ്ററുകളും ബോർഡുകളും ബാനറുകളും നശിപ്പിച്ചു. ബ്ലോഗർമാരെ ആക്രമിച്ചു. ഇതിന്റെ മുന്നോടിയായി പോകുന്ന ജയറാം രമേശിനെ ആക്രമിച്ചു. അവസാനം രാഹുൽ ഗാന്ധി ആക്രമിക്കാനായി അദ്ദേഹത്തിന്റെ വാഹനത്തിലെത്തി ചെല്ലുമ്പോൾ അദ്ദേഹം സധൈര്യം ചാടി പുറത്തിറങ്ങുമ്പോൾ അവന്മാർ ഓടിപ്പോകുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ BJPയുടെ ഹേമന്ത് ബിശ്വ ശർമ്മയുടെ അനുയായികൾക്കറിയില്ല അദ്ദേഹം
ഇന്ദിരാഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിയുടെ മകൻ ആണ് എന്നുള്ള വിവരം അറിയില്ലേ? ഈ രണ്ടുപേരും സ്വന്തം ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചതാണെന്ന് BJPക്കാർക്ക് അറിയില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി പുലബന്ധമില്ലാത്ത അവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്താൽ നടപ്പിലാക്കാൻ എല്ലാം അവകാശമുള്ളൊരു രാജ്യത്താണ് ഇത്ര ഹീനമായ, നിന്ദ്യമായ, നീചമായ ഒരു നടപടി, അതും ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന ഒരു മുഖ്യമന്ത്രി, ഇപ്പൊ BJPയുടെ ഒരു ആടുതല്ലിയായി നടക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ചെയ്യാൻ കൊള്ളാവും? എന്നാലോചിച്ച് നോക്കേ. അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ മഹത്വമെങ്കിലും മനസ്സിലാക്കണ്ടേ? അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള്, ഇന്ത്യക്ക് വേണ്ടി മരിച്ചു വീണ ഒരു പ്രധാനമന്ത്രിയുടെ മകനായ രാഹുൽ ഗാന്ധി നടത്തുന്ന ആ ഭാരത് ജോഡോ യാത്രയെടുത്ത് തെരുവ് ഗുണ്ടകൾ വെച്ച് അദ്ദേഹം നടത്തിയ നാടകങ്ങൾ എത്ര ഹീനമാണ്, എത്ര നിന്ദ്യമാണ്. അവിടുത്തെ PCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ തലയടിച്ചു പൊട്ടിച്ചു. ഭുവൻ കുമാർ ബോറ അദ്ദേഹത്തിന്റെ പല്ലടിച്ച് താഴെയിട്ടു. വെറുപ്പിന്റെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, അതിനെതിരെയാണ് സ്നേഹത്തിന്റെ കട തുറക്കാനാണ് രാഹുൽ ഗാന്ധി ഓരോ യാത്ര നടത്തുന്നത്. അപ്പോ വെറുപ്പിന്റെ രാഷ്ട്രീയം വീണ്ടും വീണ്ടും ആവർത്തിക്കാനല്ലേ അവർ ശ്രമിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കേ. രാഹുൽ ഗാന്ധിയൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണോ? ഇവരെയൊക്കെ വിളിക്കേണ്ടത് പിണറായി വിജയൻ പലപ്പോഴും പലരെയും വിളിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് വിളിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം സോണിപ്പൂരിലൊക്കെ ഈ യാത്രയെ എന്തെല്ലാം തരത്തിൽ ആക്രമിച്ചു, അതുപോലെ ലഖിംപൂരിൽ എന്തെല്ലാം തരത്തിൽ ആക്രമിച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നാഗോണിൽ പടുകൂറ്റൻ റാലി നടത്തിയില്ലേ? ഇപ്പോ മണിപ്പൂരിൽ നിന്ന് ആസാമിൽ വന്നു, വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ആസാമിൽ കയറി, ഇപ്പൊ മിസോറാമിൽ വന്നു. എന്തോ ഒരു ജനബാഹുല്യമാണ് ഈ യാത്രയിൽ. അതുകൊണ്ട് ഈ നിന്ദ്യമായ, നീചമായ നടപടിയെ ജനാധിപത്യ വിശ്വാസികളായി എല്ലാവരും അപലപിക്കണം. ഇതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ ജനകോടികൾക്ക് ഭരണകൂടത്തിരിക്കുന്ന അവകാശമല്ലേ? ആ അവകാശം ഉപയോഗിച്ചില്ലല്ലേ ആസാമിലെ വൈഷ്ണവ പണ്ഡിതനായ ശ്രീമന്ത ശങ്കർ ദേവയുടെ ജന്മസ്ഥലം സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുവാദം കൊടുത്തില്ല ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ഹീനനാണ്? ഒന്ന് ആലോചിച്ച് നോക്കേ. അദ്ദേഹത്തിന് അനുമതി കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തടഞ്ഞില്ലേ അയാൾ? സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചില്ലേ അയാൾ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ ശ്രീരാമന്റെ പേര് പറഞ്ഞ് നമ്മുടെ രാഷ്ട്രീയത്തിൽ മുതലെടുപ്പ് നടത്തുന്ന BJPയുടെ ഒരു അനുയായി എന്ന് അവകാശപ്പെടുന്ന ഇയാളുടെ മനസ്സ് എങ്ങനെയാണ്? ചെകുത്താന്റെ ഹൃദയം. ആ ചെകുത്താന്റെ ഹൃദയം ഉള്ള ആൾക്കല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ? അതുകൊണ്ട് ഇത് വളരെ മോശപ്പെട്ട നടപടിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ വിശ്വസിക്കുന്ന വൈഷ്ണവ പണ്ഡിതനായ ശ്രീമന്ത ശങ്കർ ദേവയുടെ ജന്മസ്ഥലം സന്ദർശിക്കാൻ അനുവാദം കൊടുക്കാത്തില്ലെന്ന് പറഞ്ഞ ഇയാൾ ആരാണ്? ഇയാൾക്ക് എന്ത് അവകാശമാണ്? അപ്പോ ഒരു ആരാധനാ സ്വാതന്ത്ര്യത്തെ തടയുകയാണ്. ശ്രീരാമന്റെ പേരും പറഞ്ഞ് അടക്കുകയും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ മുഖ്യമന്ത്രി ശ്രീരാമന്റെ കപടഭക്തനാന്നുള്ളതിന്റെ തെളിവല്ലേ ഈ കാണുന്നതെല്ലാം. അതുകൊണ്ട് എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ കുഴിക്കണം രാഹുൽജി. മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മരിച്ചുകൊണ്ട് ഗ്രഹണ സമയത്ത് നീർക്കോലികൾ തലപൊക്കുമെന്നൊരു ചൊല്ലുണ്ട്. അതിലൊരു നീർക്കോലിയായി കണ്ടാൽ മതി ഈ ഹെമന്ത് ബിശ്വ ശർമ്മയെ. അയാൾ കടിച്ചാൽ അത്താഴം മുടങ്ങും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാൾക്കാരെയും കൊല്ലാനുള്ള വിഷമില്ല. അയാൾ ഒരു നീർക്കോലി മാത്രമാണ്. പൊട്ടക്കുളത്തിൽ പൊളവൻ ഫണീന്ദ്രൻ, തട്ടിൻ പുറത്തെലി സാർവഭൗമൻ, കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ, കേട്ടിയിലെയോ കിഞ്ചന വർത്തമാനം. ഹേമന്ത് ബിശ്വ ശർമ്മയുടെ കിഞ്ചന വർത്തമാനം, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര എന്റെ സ്റ്റേറ്റിൽ നടത്താൻ സമ്മതിക്കില്ല. ഇയാൾക്ക് വല്ലൊരു സ്ത്രീധനം കൊടുത്തതാണോ ആസാം എന്ന് പറയുന്നത്? ആരാണ് ഇയാളെ ഇതിനൊക്കെ ചുമതലപ്പെടുത്തുന്നത്? ഇത്തരം ഒരു മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് പോലും അപമാനമാണ് ഇയാൾ. ഇത്തരം ആളുകളെ ഒന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയും വെച്ചു പൊറിപ്പിക്കരുത്. കാരണം മനുഷ്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന,
സഞ്ചാര സ്വാതന്ത്ര്യത്തെ അനുകരിക്കുന്ന, ആരാധനാ സ്വാതന്ത്ര്യത്തെ അനുകരിക്കുന്ന ഇത്തരം ആളുകൾ നമ്മുടെ ജനാധിപത്യത്തിന് അപമാനമാണ്. ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. കാര്യം മോഡിയുടെ എല്ലാ സപ്പോർട്ടും ഇത്തരം ആളുകൾക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ ശക്തമായി പ്രതികരിക്കണം. രാഹുൽജിയുടെ ഈ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരണം, അനുഗ്രഹങ്ങൾ ചൊരിയണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജാഥ ഗംഭീര വിജയമാക്കണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു.